പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഓരോ രോഗിയുടെയും ഇൻഡിവിജ്വൽ ബയോളജി വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ചാണ് ആ രോഗി അനുഭവിക്കുന്ന ആരോഗ്യം, അതനുസരിച്ചാണ് കാലാവസ്ഥ മാറുമ്പോഴും ആഹാര രീതികൾ മാറുമ്പോഴും മാനസികമായ വ്യാപാരങ്ങൾ മാറുമ്പോഴുമൊക്കെ വികാര വിചാരങ്ങളുടെ ലെവലിൽ ഇവർ ഓരോരുത്തർക്കും ആരോഗ്യ തകർച്ച ഉണ്ടാകുന്നതും രോഗമുണ്ടാകുന്നതും അതെല്ലാം അനുസരിച്ചാണ് അവരുടെ രോഗം മാറുന്നതും. വളരെ പ്രകടമായി ഞാനൊരു കാര്യം പറയാം. ഒരേ രോഗമായി വരുന്ന ഈ 10 പേരിൽ ഒരാൾ നല്ല ഭക്ഷണപാനീയങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത്, അന്തരീക്ഷം മലിനീകരിക്കപ്പെട്ടതാണ്, വെള്ളം ദുഷിച്ചതാണ്, ആഹാര സാധനങ്ങളിൽ നിരവധിയായ കൃത്രിമത്വങ്ങൾ നടന്നിരിക്കുന്നു, കീടനാശിനികളും രാസവളങ്ങളും പ്രിസർവേറ്റീവുകളും. അപ്പോൾ ഒരു വ്യക്തി എത്ര ശ്രദ്ധിച്ചാലും ആ വ്യക്തിക്ക് ചെറിയൊരളവിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആരോഗ്യത്തിലൊരു ജാഗ്രതയുള്ള ശ്രദ്ധയുള്ള ഒരാളുടെ രോഗം അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രകൃതി ചികിത്സാ രീതികളിൽ അതിൽ വലിയൊരു പ്രയാസം വരാൻ യാതൊരു സാധ്യതയുമില്ല, മാറിപ്പോകും. എന്നാൽ ആഹാരത്തിൽ ശ്രദ്ധയില്ലാത്ത വറുത്തതും മൊരിച്ചതും പഞ്ചസാരയും മൈദയും വനസ്പതിയും എല്ലാം കൂടി ചേർന്ന ഒരു ആഹാര സാധനം കഴിക്കുന്ന അതേ രോഗമുള്ള രണ്ടാമത്തെ ആളിൽ അത് മാറിക്കിട്ടാൻ കുറെ കൂടെ സമയം. തിരുവനന്തപുരത്ത് ഒരു ഗാന നൃത്ത സന്ധ്യയുടെ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ റിഗറ്റയുടെ നർത്തകിമാർ നൃത്തസന്ധ്യ ഒരുക്കുന്നു. അനശ്വര ഗായികയായിരുന്ന എസ് ജാനകി അമ്മയുടെ സ്മരണയ്ക്കായി വളരെ പ്രഗത്ഭരായ ഗായകരുടെ ഗാനപരിപാടിയുമുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കേരള ഗാന്ധി സ്മാരക നിധിയും ഐഭാരതും കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വിശിഷ്ടമായ പരിപാടിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയാകും. നിങ്ങളും വരണം, ഈ പരിപാടി വമ്പിച്ച വിജയമാക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആചരിക്കാൻ നമുക്കൊന്നിച്ചു ചേരാം. അതേ രോഗമുള്ള രണ്ടാമത്തെ ആളിൽ അത് മാറിക്കിട്ടാൻ കുറെ കൂടെ സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ മദ്യപാനിയായ മൂന്നാമത്തെ ആളാണെങ്കിലോ, മദ്യപിച്ച് അസറ്റൽഡിഹൈഡ് എല്ലാം ശരീരത്തിൽ ഫോം ചെയ്ത് ശരീരം അതിനെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളുടെ കഴിവെല്ലാം കുറഞ്ഞിരിക്കുന്നൊരു സമയമാണെങ്കിലോ, നാലാമത്തെ ആൾക്ക് മദ്യം മാത്രമല്ല നല്ല പുകവലിയും കൂടി ഉണ്ടെങ്കിലോ, ഈ രണ്ടുപേരുടെയും രോഗം മാറാൻ എത്രയോ സമയം കൂടുതലെടുത്തെന്ന് വരും. മാറിയാൽ തന്നെ എത്രത്തോളം മാറും. ഇനി ആറാമത്തെ ആൾക്ക് മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്, ഇറച്ചിയും വറുത്തതും മൊരിച്ചതും അച്ചാറും പപ്പടവും, പിന്നെ രാവിലെ ഉണ്ടാക്കിയത് വൈകിട്ടും ഉച്ചക്കും പിറ്റേ ദിവസവും, ഇങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ഭക്ഷണ രീതിയാണെങ്കിലോ, ഏഴാമത്തെ ആള് ഒരുവിധം സാധാരണക്കാരൻ വല്ലപ്പോഴൊക്കെ തിരി കുടിച്ചെന്ന് വരും, പുകവലിയുണ്ട്, ചായയും കാപ്പിയും കുറച്ച് കുടിക്കും. അയാൾക്ക് പക്ഷേ ഒരു നല്ലൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ധാരാളം പെയിൻ കില്ലറെല്ലാം കഴിച്ച് കരളിൻ്റെ കിഡ്നിയുടെ അവസ്ഥ മോശമാണ്. അങ്ങനെ ഒരാളുടെ ചികിത്സയോ, അടുത്തയാള് അയാളും സാധാരണക്കാരനെ പോലെ തന്നെയാണ്, വലിയ ശ്രദ്ധയൊന്നുമില്ല, രോഗം വരുമ്പോൾ പോയുള്ള മരുന്നൊക്കെ കഴിക്കും,
അയാളുടെ മനസ്സൊട്ടും ശരിയല്ല, കടം കയറിയിട്ട് ആകെ ദുഃഖിതനാണ്, ആകെ സ്ട്രെസ്സിലാണ്, മാനസികമായ സംഘർഷമാണ്. അയാളുടെ ചികിത്സയിലോ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി. ചില പഠനങ്ങൾ പറയുന്നത് ദൈവത്തിൽ അഗാധമായ വിശ്വാസമുള്ളവർക്ക്, ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള തർക്കമൊന്നും അവിടെ ഇല്ല, അതിനൊന്നും അവിടെ സ്ഥാനമില്ല. ദൈവത്തിൽ അതിസൂക്ഷ്മമായി വിശ്വസിക്കുന്ന, എന്നെ ദൈവം രക്ഷിച്ചോളൂ, ഇതൊക്കെ ദൈവം മാറ്റിക്കോളും, പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെ ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏത് രോഗവും മാറാൻ എളുപ്പമാണ്. ഇപ്പോൾ മനസ്സിൻ്റെ ബലം, പ്ലാസ്ബോ ഇഫക്റ്റ് എന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പവർ ഓഫ് സജഷൻ. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ചികിത്സിക്കുന്നതിന് മുമ്പ് വിലയിരുത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക നോക്കിയിട്ട് കൂടിയാവണം. യഥാർത്ഥത്തിൽ അതിലും അപ്പുറത്തേക്ക് നോക്കണം. നിങ്ങൾ ബീജമായി ഉത്ഭവിച്ച സമയം, അണ്ഡമായി ഉത്ഭവിച്ച സമയം, അച്ഛൻ്റെ ഉള്ളിലും അമ്മയുടെ ഉള്ളിലും ഉണ്ടായ സമയം, ഓവുലേഷൻ വന്ന സമയത്ത് തന്നെ ബന്ധപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായോ? ആരോഗ്യമുള്ള അണ്ഡത്തിലേക്ക് ബീജം കടന്നിട്ടുണ്ട്. ഓവുലേഷനെല്ലാം കഴിഞ്ഞ് അണ്ഡം ചത്തുപോകുന്നതിന് തൊട്ട് മുമ്പാണ് ബീജസന്ധാനം ഉണ്ടായതെങ്കിൽ ആരോഗ്യം ജന്മനാ തന്നെ കുറഞ്ഞിരിക്കും. ഈ ബീജം തന്നെ കള്ളുകുടിയൻ്റെ ബീജമായി പോയിരുന്നെങ്കിലോ, മയക്കുമരുന്ന് കഴിക്കുന്നവൻ്റെ ബീജമായി മാറിയിരുന്നെങ്കിലോ, ചില ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നവരുടെ ബീജമാണെങ്കിലോ, ചില മരുന്നുകൾ ബീജത്തെ നശിപ്പിക്കുന്നവയാണ്, ക്ഷയിപ്പിക്കുന്നവയാണ്. അതുപോലും നിങ്ങളുടെ ആരോഗ്യത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ്. നിർണായകമായ സ്വാധീനം. നിങ്ങളുടെ ആയുസ്സിൽ, നിങ്ങളുടെ ആകാരത്തിൽ, അച്ഛൻ്റെ മൂക്കാണോ, അമ്മയുടെ മൂക്കാണോ, അമ്മാവൻ്റെ കഷണ്ടിയാണോ, നിങ്ങളുടെ ശാരീരികമായ ഘടനയിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള നിരവധി സ്വാധീനങ്ങളുണ്ട്. ഇനി നിങ്ങൾ ജനിക്കുന്ന സമയം, നിങ്ങൾ ഗർഭത്തിലായിരിക്കുന്ന സമയം, നിങ്ങളുടെ അമ്മയ്ക്ക് ഞെട്ടലുണ്ടായാൽ, ഞാനൊരു സൈക്കോളജിക്കൽ ലേഖനം വായിച്ചു ഓർക്കുന്നു. ഗർഭത്തിൽ കുഞ്ഞിരിക്കുമ്പോൾ ഇതിനിപ്പോൾ വേണോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. നമുക്കിതിനെ കളഞ്ഞാലോ? കുട്ടിക്ക് ആഘാതമാണ്. ആ കുട്ടിക്ക് ആത്മഹത്യ, ഇനി അന്നേരം നിങ്ങൾ വേണ്ട, കുട്ടി വളരട്ടെ എന്ന് കരുതിയാലും പിൽക്കാലത്ത് ജനിച്ചതിന് ശേഷം ആത്മഹത്യാ പ്രവണത ഈ കുട്ടികൾക്ക് വരുമെന്ന് ഞാനൊരു ലേഖനം വായിച്ചു നോക്കും. ഒരു പഠന റിസർച്ച് പേപ്പറാണ്. അപ്പം നിങ്ങൾ അമ്മയുടെ ഉള്ളിലിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ പുറത്തുള്ളതൊന്നും അറിയാതെ ആ ഇരുട്ടുമുറിയിൽ ഇങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കിടക്കുകയല്ല. അമ്മയുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച്, വാക്കുകൾക്കനുസരിച്ച് നിങ്ങളിൽ മാനസികമായ സ്വാധീനങ്ങളുണ്ടാകുന്നുണ്ട്. മറ്റൊരു ലേഖനം ഞാൻ വായിച്ചു ഓർക്കുന്നു. ഈ ഗർഭസമയത്ത്, പ്രസവത്തിൻ്റെ ആദ്യ നാളുകളിലെല്ലാം ഇടിവെട്ടുണ്ടായാൽ ഞെട്ടും. അതുപോലും സ്വഭാവത്തെ ബാധിക്കാൻ. അതുകൊണ്ട് വേനൽക്കാലത്ത് ജനനം നടക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ ചില ഗൈനക്കോളജിസ്റ്റുകളെങ്കിലും ഉപദേശിക്കാറുണ്ട്. വളരെ തണുപ്പുള്ള സമയത്ത് കുഞ്ഞ് പിറന്നു വീഴുന്നതിനേക്കാളും മിതമായ കാലാവസ്ഥയുള്ള സമയത്ത് പിറന്നു വീഴുന്നതായിരിക്കുമല്ലോ നല്ലത്. പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വളർന്നു വരുന്ന സമയം, നിങ്ങളുടെ ആരോഗ്യത്തിൽ നിർണായകമായ സ്വാധീനം നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണപാനീയങ്ങൾക്കുണ്ടല്ലോ. ചെറുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണപാനീയം നിങ്ങളുടെ അടിത്തറ അതാണ്. നിങ്ങൾ ജനിച്ചു വളരുന്ന സമയം നാട്ടിലൊരു ക്ഷാമമുള്ള സമയമാണെങ്കിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ സമയമാണെങ്കിൽ, ഇതെല്ലാം നിങ്ങളെ ബാധിക്കും.
നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. കുട്ടിക്കാലത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയും കൂടെ ശണ്ട കൂടുന്നു, അച്ഛനമ്മയെ അടിക്കുന്നു. ഇനി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അവർ രണ്ടു വഴിക്ക് പോകുന്നു. ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിൽ, അനാരോഗ്യത്തിൽ, നിങ്ങളുടെ രോഗത്തിൽ, രോഗം മാറുന്നതിനെടുക്കുന്ന സമയത്തിൽ, നിങ്ങൾക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ പ്രത്യേകതകളിൽ വരെ ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകും. നിങ്ങളുടെ വികാര വിചാരങ്ങളുടെയും ജനിച്ച നാൾ തുടങ്ങി നിങ്ങളിലുണ്ടായിട്ടുള്ള വികാര വിചാരങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ ആരോഗ്യം. നിങ്ങൾ സംസാരിച്ച ഓരോ വാക്കും ജനിച്ചപ്പോൾ തുടങ്ങി അവ്യക്തമായി നിങ്ങൾ തുടങ്ങിയ ശബ്ദങ്ങളിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ വരെ ഉച്ചരിച്ചിട്ടുള്ള ഓരോ വാക്കിൻ്റെയും ആകത്തുകയാണ് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ രോഗവും. അന്ന് തുടങ്ങി ഇന്നേ വരെയുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ഓട്ടം, നിങ്ങളുടെ ചാട്ടം, നിങ്ങളുടെ വീഴ്ച, നിങ്ങളുടെ തല്ലുകൂടൽ, ഇതിൻ്റെയുമെല്ലാം ആകത്തുകയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആരോഗ്യം, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന രോഗം. അത് മാറ്റിയെടുക്കുന്നതിൽ ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. തിരുത്തേണ്ടതെല്ലാം തിരുത്തപ്പെടേണ്ടതുണ്ട്. ജനിച്ചെന്ന് തുടങ്ങി നിങ്ങൾ ഉറങ്ങുന്ന രീതി, നിങ്ങൾ എത്ര സമയം ഉറങ്ങുന്നു? 7-8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? ക്ഷീണാവസ്ഥകളിൽ അതിൽ കൂടുതൽ ഉറങ്ങുന്നുണ്ടോ? വേണ്ടത് അതാണ്. പല ക്ഷീണാവസ്ഥകളിലും പല രോഗങ്ങളുടെ ആരംഭാവസ്ഥകളിലും നിങ്ങൾ കൂടുതൽ നേരം ഉറങ്ങിയാൽ ആ രോഗത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് തനിയെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വലിയൊരു പ്രവർത്തന സംവിധാനമുണ്ട് രോഗങ്ങളെ മാറ്റാൻ, ആരോഗ്യത്തിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ ശരീരത്തോട് ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുന്നതിൻ്റെ സത്യമാണ്, ഞങ്ങളുടെ കഴിവല്ല. ഒരു ചികിത്സകൻ എന്ന നിലയ്ക്ക് എൻ്റെയോ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെയോ മേന്മയോ ഒന്നുമല്ല. ഞങ്ങൾ നിങ്ങൾക്ക് ശരിയായ ഒരു വഴി കാണിച്ചു തരുന്നു. ആ വഴിയിലൂടെ നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാം, ഏത് രോഗവും മാറ്റിയെടുക്കാം. ഒരൊറ്റ പ്രാവശ്യമേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ബയോളജി, ഇൻഡിവിജ്വൽ സൈക്കോളജി, നിങ്ങൾ ജനിച്ച ബീജമായി അങ്കുരിച്ച അന്ധമായി തുടങ്ങിയ ആ നിമിഷം തുടങ്ങി ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവും സാമൂഹ്യവുമായ ഓരോ ചെറിയ ചലനങ്ങളുടെയും ആകത്തുകയാണ് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ രോഗം. അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള തകരാറുകൾ, തെറ്റുകളെല്ലാം, അത് മാനസികമായിട്ടുള്ളതായാലും സാമൂഹ്യമായിട്ടുള്ളതായാലും ശാരീരികമായിട്ടുള്ളതായാലും, അതിലെ തെറ്റുകൾ തിരുത്തി ആരോഗ്യത്തിലേക്ക്, രോഗങ്ങളേ ഇല്ലാത്ത സുന്ദര ജീവിതത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തെ കുറേ കൂടെ ലളിതമാക്കാനും സുന്ദരമാക്കാനും പ്രകൃതി ജീവനത്തിലേക്ക് നിങ്ങൾ വരേണ്ടത് ജീവിതം കുറേയും കൂടെ സുന്ദരമാവാനാണ്, ഫലപ്രദമാവാനാണ്, അർത്ഥവത്താവാനായിട്ടാണ്, കൂടുതൽ സ്നേഹമുള്ള നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രകൃതി ജീവന നേച്ചർ ലൈഫിൽ വെറും ചികിത്സ മാത്രമല്ല, നല്ലൊരു മനുഷ്യനെ, നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കൽ കൂടിയാണ്. നിങ്ങളുടെ അനുഭവം ധാരാളം പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ കേട്ടും റേഡിയോയിൽ മുമ്പുണ്ടായിരുന്ന പ്രഭാഷണങ്ങൾ കേട്ടും സുജീവിതം മാസിക വായിച്ചും എൻ്റെ പുസ്തകങ്ങൾ വായിച്ചും പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനിലും കൊല്ലത്ത് ആശ്രമം ആയുർവേദ കോംപ്ലക്സിലും നമ്മുടെ പ്രകൃതി ഹോട്ടലുകളിൽ കയറിയും എറണാകുളത്ത് അരുവി പ്രകൃതി ഹോട്ടലുണ്ടായിരുന്നപ്പോൾ അവിടെ വന്നും പിന്നെ ഇന്ന് കേരളത്തിലുള്ള നിരവധിയായ പ്രകൃതി ഹോട്ടലുകളിലൊക്കെ സന്ദർശിച്ചും പ്രകൃതി ചികിത്സാലയങ്ങൾ സന്ദർശിച്ചും നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തും ഉപദേശങ്ങളനുസരിച്ച് ചെയ്തും നേച്ചർ ലൈഫിൽ വന്ന് താമസിച്ചുമൊക്കെ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് രോഗങ്ങൾ മാറ്റി ആരോഗ്യമായിട്ട് മറ്റു രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത്. അവരൊക്കെ ഒന്ന് തുറന്നെഴുതണം.
ഒന്ന് തുറന്ന് ലോകത്തോട് സംസാരിക്കണം. ഇത് നമ്മുടെ സമയമാണ്. ലോകകപ്പിൽ വന്ന കളിക്കാരിൽ, ഫുട്ബോൾ കളിക്കാരിൽ നല്ലൊരു ശതമാനവും ഫ്രഷ് വെജിറ്റബിളും ഫ്രഷ് ഫ്രൂട്ട്സും കഴിക്കാൻ ഇഷ്ടമുള്ളവർ, റെഡ് മീറ്റ് കഴിക്കാത്തവർ, കഴിക്കുകയാണെങ്കിൽ തന്നെ കൊഴുപ്പില്ലാത്ത മീറ്റ് മാത്രം കഴിക്കുന്നവർ, നന്നായി വെള്ളം കുടിക്കണമെന്ന് നിഷ്കർഷിക്കുന്നവർ, ഹൈഡ്രേഷന് പ്രാധാന്യം കൊടുക്കുന്നവർ, പലരും വീഗൻസ്, ഫുട്ബോൾ കളിക്കാരിൽ വീഗൻസ്. ലോകത്തുനിന്ന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടി. അമേരിക്കയിൽ 46% ആളുകൾ അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഇവിടെ നിന്നല്ല ഓടുന്നത് അങ്ങോട്ട്. അവർ പ്രകൃതി രീതികളുള്ള ഹോമിയോപ്പതി പോലുള്ള, അക്യുപ്രഷർ പോലുള്ള, അക്യുപഞ്ചർ പോലുള്ള മറ്റു രീതികളിലേക്ക് വരുന്ന ഒരന്തരീക്ഷത്തിൽ നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അനുഭവങ്ങൾ എഴുതുക. ഇതെല്ലാം ചരിത്രമായി കിടക്കട്ടെ, നിങ്ങളുടെ അനുഭവങ്ങൾ. നേച്ചർ ലൈഫ് TV കഴിയുന്നത്ര ആളുകളിലേക്ക് പടർത്തുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.